ഗുഡ് മോർണിംഗ്. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായി റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം. നിങ്ങൾക്ക് ആവശ്യമായ റീഡിംഗ് കമൻറ്റായി പറയാം. ഞാൻ തീർച്ചയായിട്ടും നൽകുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എന്നാലും എൻ്റെ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും ഇത് പ്രയോജനം ചെയ്യും. കാരണം ഞാൻ യൂണിവേഴ്സുമായി അത്രത്തോളം കണക്റ്റായിട്ടാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് നൽകുന്നത്. നിങ്ങളുടെ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആണ് എൻ്റെ മുൻപോട്ടുള്ള യാത്രയിലെ പ്രചോദനം. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ അവസ്ഥയ്ക്കനുസരിച്ചും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചും മാത്രം പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുത്താൽ മതി. ഞങ്ങൾ ഈ തരുന്ന റീഡിംഗ് തന്നെ നിങ്ങൾ എത്രത്തോളം ഇതിനെ ഉൾക്കൊണ്ട് ഇത് കേൾക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് പ്രയോജനം തന്നെ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ എല്ലാ ദിവസവും കരിയറിൻ്റെ കാര്യത്തിൽ നമുക്കൊരു വിജയമുണ്ടാകണമെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം. അതിനെ നിങ്ങളിലേക്ക് ആകർഷിച്ചെടുക്കുക തന്നെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയോടെ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇന്നിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വന്നിരിക്കുന്ന 4 ഓഫ് വാൻസ് ആണ്. 4 ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്. അതായത് നമ്മുടെ ഒരു ഏറ്റവും നമ്മൾക്ക് ഇഷ്ടമുള്ള, ഏറ്റവും നമ്മളുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കൂടിച്ചേരലിൻ്റെ ദിവസമായിട്ടാണ് ഇന്ന് നമ്മൾക്ക് ഇന്നത്തെ നമ്മുടെ ദിവസത്തെ കാണിക്കുന്നത്. നമുക്ക് വളരെ ഹാപ്പിനെസ് ആയിരിക്കും. അത് ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലാണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോടൊത്തൊരു ഹാപ്പിനെസ്സുള്ള ദിവസമായിട്ടാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ റീഡിങ്. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് വാൻസ് ആണ്. ഇവിടെ ശരിക്കും കരിയറിനെ സംബന്ധിക്കുന്ന ഒരു റീഡിംഗ് ആണ് കേട്ടോ. ഒരു ഫിസിക്കലി ആയിട്ടുള്ള നമുക്ക് കാണാൻ പാകത്തിനുള്ള കുറേ സൗഭാഗ്യങ്ങളുടെ ഒരു റീഡിംഗ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്യൂൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങളുടെ കൈക്കുള്ളിൽ വെച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്, നിങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കും ഇന്ന് നിങ്ങളുടെ കാര്യങ്ങളെ എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക എന്നും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് നൽകുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇന്ന് പൂർത്തീകരിക്കാൻ സാധിക്കും. നിങ്ങൾക്കൊരു അബണ്ടൻസ്, ഒരു ഹാപ്പിനെസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ദ്രോഹമായിട്ട് വരുന്ന, നിങ്ങൾക്ക് എന്താണോ നെഗറ്റീവ് ഷാഡോ ആയിട്ട് നിങ്ങളെ പിന്തുടരുന്നത് അതിനെയെല്ലാം നിങ്ങൾക്ക് ഇന്ന് കൺട്രോളിൽ നിർത്താൻ, നിങ്ങളുടെ പവറിൻ്റെ കൺട്രോളിൽ അതിനെയെല്ലാം ചവിട്ടി അതിൻ്റെ മുകളിൽ നിൽക്കാൻ പാകത്തിനുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സൽ മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്. കിങ് ഓഫ് വാൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. കിങ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സാണ് നമുക്ക് വന്നിരിക്കുന്നത്. കിങ് ഓഫ് വാൻസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഉള്ളവർക്കറിയില്ല നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്നത്. അതായത് നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് മൂവ് ഓൺ ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര എന്നൊന്നും നിങ്ങളുടെ കൂടെ ഉള്ളവർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കിങ് ഓഫ് വാൻസ് എന്ന് പറയുന്നത് റിവേഴ്സ് വന്നാൽ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ശരിയായ പാതയിലൂടെ, ഞാൻ ഈ പോകുന്നത് ശരിയായ വഴിയിലൂടെ ആണോ എന്ന ഒരു തോന്നലുള്ള ദിവസമായിരിക്കും. ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ, ഇത് ചെയ്യാൻ പാടുള്ളതാണോ, ഇതൊക്കെ ആണോ, ഇതെനിക്ക് ചെയ്യാവുന്ന, എനിക്ക് ആക്യുറേറ്റ് ആവുന്നതാണോ എന്നൊക്കെ ഒരു തോന്നൽ വരുന്ന ഒരു ദിവസവും കൂടിയാണ്. ഒരു കൺഫ്യൂഷൻ തോന്നുന്ന ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് പറയുന്നത്. അത് മനസ്സ് പറയുന്നതല്ലോ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങളൊന്ന് തിങ്ക് ചെയ്യണം കേട്ടോ. പരിശോധിച്ച് നോക്കണം. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മളുടെ ഓരോ പ്രവൃത്തികളും നമ്മൾ ചെയ്യുമ്പം നമ്മൾ ആ ഫിസിക്കലി ചെയ്യുന്ന
ചെയ്യുന്നതിനല്ല പ്രാധാന്യം, നമ്മുടെ മൈൻഡിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനായിരിക്കും നമുക്ക് പോസിറ്റീവ് എനർജി ലഭിക്കുക. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അതായത് കിങ് ഓഫ് വാൻസ് റിവേഴ്സ് വന്നതുകൊണ്ട് പറയുന്നതാണ്, എല്ലാത്തിനെയും നല്ല പവർഫുള്ളിൽ നിങ്ങളുടെ കൺട്രോളിൽ നിർത്തിയ നല്ല പവറുള്ളൊരു വ്യക്തിയായിരുന്നു നിങ്ങൾ. സണ്ണായിരുന്നു നിങ്ങളൊരു വിജയമായിരുന്നു. അത്രത്തോളം ഒരു ചക്രവർത്തി, അതായത് ഒരു സണ്ണായിരുന്നു നിങ്ങൾ. എന്തിനേയും കൺട്രോൾ ചെയ്യുന്ന നിങ്ങളായിരുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഇന്നൊരു റിവേഴ്സ്, അതായത് ഒരു ചെറിയ ഒരു ഇരുട്ട്, ഒരു ചെറിയ ഒരു ഇത് വന്നിരിക്കുകയാണ്. ഒരു ചെറിയ രീതിയിലൊരു ബ്ലോക്കേജ് സംഭവിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക്. അപ്പം സമ്മർദ്ദമൊക്കെ നിങ്ങളിന്ന് ഒഴിവാക്കണം. നിങ്ങൾക്ക് മനസ്സിന് പെട്ടെന്ന് അത്രയും നല്ല പവർഫുള്ളായിരുന്നു, നിങ്ങൾക്ക് സമ്മർദ്ദം വരും, നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ സമ്മർദ്ദമൊക്കെ ഒഴിവാക്കി അത് ബദലായിട്ട് നിൽക്കുക. നിങ്ങളുടെ മനസ്സിന് തോന്നുന്ന സമ്മർദ്ദത്തിനെയൊക്കെ ഒഴിവാക്കുക, അതിന് ബദലായിട്ട് പ്രവർത്തിക്കുക. അതുപോലെ അമിത ഭാരമൊക്കെ ഇന്ന് ചുമക്കുന്ന ഒരു ദിവസം, ഇച്ചിരി കുറച്ച് കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ഇച്ചിരി കൂടുതൽ വർക്ക് ചെയ്യേണ്ടതൊക്കെ വരുന്നൊരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കുറേ പേർക്ക് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സ്വാർത്ഥ താല്പര്യത്തോടെയൊക്കെ പ്രവർത്തിക്കുന്നു, അതായത് നമ്മളുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു സ്വാർത്ഥത തോന്നിപ്പിക്കുന്ന ഒരു ദിവസമാണിന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട വഴി നിങ്ങൾ ഇന്ന് സ്വയം കണ്ടെത്തും. ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കും, നിങ്ങൾക്ക് ബ്ലോക്കേജായ കാര്യങ്ങൾക്കൊക്കെ അവസാനം കറക്റ്റ് ചെയ്യും നിങ്ങൾ. പിന്നെ നമ്മൾക്കാണെങ്കിലും അതിനോടൊപ്പം തന്നെ സംശയത്തെ ഉദ്ദേശിച്ച് കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു സംശയം തോന്നും. ഇനിയിപ്പോൾ ഇങ്ങനെയാണോ വേണ്ടത്, ഇതാണോ ശരി എന്നൊക്കെ തോന്നുന്ന ഒരു ചെറിയ തടസ്സമൊക്കെ ഇന്ന് ഫീൽ ചെയ്യുന്ന ദിവസമാണ്. ചെറിയ കാര്യങ്ങളിലൊക്കെ ഒരു തടസ്സമൊക്കെ നമുക്കിന്ന് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ടെൻഷനൊക്കെ തോന്നുമായിരിക്കും കേട്ടോ, ഒരു ആൻസൈറ്റിയൊക്കെ തോന്നാം. അതുപോലെ തന്നെ ഒരു മടി, നമ്മൾ ഒരു നല്ല പവർഫുള്ളായിട്ട് നിന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ ഇന്ന് ഡൗൺ ആവുന്നതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു ചെറിയ ഒരു ആൻസൈറ്റി, ഒരു ഉത്കണ്ഠയൊക്കെ വരും. അതുപോലെ തന്നെ നമുക്ക് ഒരു മടി തോന്നും, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് കേട്ടോ ഇന്നത്തെ ദിവസം. തുടർച്ചയായി ചില പ്രശ്നങ്ങളെയൊക്കെ ഇന്ന് നേരിടേണ്ട വരും. ഭാരം, കുറച്ച് ഉത്തരവാദിത്തം കൂടുതലായിട്ടൊക്കെ നമുക്ക് ഇന്ന് തോന്നും. പിടിവാശിയൊക്കെ കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക, നമ്മളുടെ കാര്യമാണ് നമുക്ക് വിജയിക്കേണ്ടത്. ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, എയ്സ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. എന്തോ ഒരു സാമ്പത്തികമായ കാര്യത്തിന് തടസ്സമുണ്ട്, അതിൻ്റെയൊക്കെ പുറത്താണ് നമ്മൾക്ക് ഈ ദേഷ്യവും വാശിയൊക്കെ വരാൻ പോകുന്നത്. ഒരു ഫൂളിൻ്റെ ഒരു എനർജി വരുന്നുണ്ട്, അതൊരിക്കലും ചെയ്യരുത്. അതായത് ഒരു എടുത്തുചാട്ടം, അതായത് നമ്മൾക്ക് ഒരു പെട്ടെന്ന് മുൻപും പിൻപും നോക്കാതെ എടുത്ത് ചാടരുത് ഇന്നത്തെ ദിവസം നിങ്ങൾ. അതുപോലെ തന്നെ ഒരു സാമ്പത്തികമായിട്ടൊക്കെ ഒരു തുടക്കത്തിൻ്റെ ദിവസമാണ്. ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പൈസയുടെ കേസിന് ഇന്ന് നമ്മൾ വെച്ചിരുന്ന കാര്യങ്ങൾ നടക്കാതെ വരും. ഇനിയിപ്പോൾ ഒരു ലോണിന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്ത് തരാതിരിക്കാൻ ഒരു താമസം വരുത്തുക. അതിൻ്റെയൊക്കെ പുറത്തായിരിക്കാം നമ്മൾ ഇന്നൊരു ഇച്ചിരി സ്ട്രോങ് ആവണത്. പക്ഷേ നമ്മൾക്ക് 3 ഓഫ് വാൻസ് ആണ്. നിങ്ങൾ തീരുമാനിച്ച കാര്യം നടക്കും. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നൊരു ഹെർമിറ്റ്, ഒരു ഇച്ചിരി നേരം ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നിൽക്കേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ബാലൻസിലാക്കുക തന്നെ ചെയ്യും. അതുപോലെ ഒരു ഇമോഷണലി ഇന്ന് കുറച്ച് ആളുകൾക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട്. അതായത് വീണ്ടും നമുക്ക് 3 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, 2 പ്രാവശ്യം നമുക്ക് 3 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഒരു പുതിയ തുടക്കം, അതായത് ഒരു പ്രണയത്തിൻ്റെയൊക്കെയോ എന്തോ ഒരു ലൈഫിനകത്തൊരു പുതിയ തുടക്കം, അത് കുടുംബജീവിതത്തിലാണെങ്കിലും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു സ്ട്രോങ് ആയ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു ചെറിയ ഒരു ചീറ്റിംഗ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ആ ചീറ്റിംഗ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായ ഒരു കാര്യത്തിൽ കൊടുക്കൽ വാങ്ങലിലാണ്. ശ്രദ്ധിക്കുക അതിനെക്കുറിച്ച്. ഒരു ഒറ്റപ്പെടലും അത് നിങ്ങൾക്ക് ഒരു ഇച്ചിരി ഒരു മാനസികമായൊരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ഫീൽ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അതൊരു സ്ട്രോങ് ആയ വ്യക്തിയാണ് കേട്ടോ, ഒരു ഇച്ചിരി പവർഫുള്ളായ ഒരു വ്യക്തിയിൽ നിന്നുമാണ് നമുക്കത് നേരിടേണ്ട വരുന്നത്. അതുകൊണ്ട് അതൊരു കുറച്ച് അതൊന്ന് ഡീല് ചെയ്യേണ്ട വരും, അതിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി പ്രവർത്തിക്കേണ്ട വരും. പക്ഷേ കുറച്ച് അതൊരു നെഗറ്റീവാണ് കേട്ടോ ഇന്നത്തെ ദിവസം കാണിക്കുന്നത്. അതിന് മറ്റൊരു എനർജി വരുന്നില്ല എനിക്ക് പറയാൻ പോലും. പിന്നെ നിങ്ങൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കും. 4 ഓഫ് വാൻസ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ
ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട എന്തോ ഒന്നിനെ നിങ്ങൾ ഇന്ന് നല്ല പോലെ ചേർത്ത് പിടിക്കുക. അതായത് ഇന്നത്തെ നമുക്കുണ്ടാകുന്ന ആ ഒരു നെഗറ്റിവിറ്റിയിൽ അവരുടെ സാന്നിധ്യമാണ് നിങ്ങൾക്ക് എന്തു വന്നാലും സമാധാനമായിട്ട് ലഭ്യമാകുന്നതെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് രണ്ടാമതും വന്നിട്ടുണ്ട്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഡിവൈൻ്റെ ഹെൽപ്പാണ്. നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇന്ന് സാമ്പത്തികമായിട്ട് ആഗ്രഹിക്കുന്നത് ആ സാമ്പത്തികം നമുക്ക് കൈകളിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ യാത്ര കറക്റ്റാണ്. നിങ്ങൾ ഈ യാത്ര ഇതുപോലെ തന്നെ തുടർന്നോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇമോഷണലി നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കുമെന്നാണ് നമ്മളോട് ഡിവൈൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇന്ന് ഏഞ്ചൽ നൽകിയിരിക്കുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ്. അതായത് നിങ്ങളെ ഏഞ്ചൽസിനോട് ചോദിക്കൂ എന്നാണ് നമ്മളോട് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾ മാലാഖമാരോട് ചോദിക്കൂ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ. നിങ്ങളുടെ മാലാഖമാർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ട സഹായം ലഭ്യമാകണമെങ്കിൽ നിങ്ങളത് അവരോട് ചോദിക്കണം. അതായത് ഏഞ്ചൽസിനോട് നിങ്ങൾ ചോദിക്കണം നിങ്ങൾക്ക് വേണ്ട കാര്യം ലഭ്യമാകണമെങ്കിൽ. കാരണം നിങ്ങളുടെ സ്വതന്ത്രമായ തീരുമാനങ്ങളെ സ്വർഗം മാനിക്കുന്നു. നിങ്ങൾക്കടെ അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിനോട് വ്യക്തമായി പറയുക. നിങ്ങൾക്ക് അപ്പം വ്യക്തമായി പറയുക. നിങ്ങൾക്കത് ഉറക്കെയോ നിശബ്ദമായോ നിങ്ങൾ പ്രെയറിലൂടെ അത് പറയുക എന്നാണ് പറയുന്നത്. അത് ദൈവഹിതമനുസരിച്ച് ഏഞ്ചൽ നിങ്ങൾക്ക് തൽക്ഷണം അത് നൽകിയിരിക്കും. എന്താണോ ആവശ്യം അത് നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒന്നെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളിലൂടെയോ കേൾവിയിലൂടെയോ കാഴ്ചയിലൂടെയോ ഉത്തരങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്തൊക്കെ നമ്മൾ പുറത്ത് യാത്രയൊക്കെ ചെയ്യുമ്പോൾ പല പല ഏഞ്ചൽ സിഗ്നലുകൾ കാണും, നമ്പറുകൾ കാണും, അതുപോലെ വെള്ളപ്രാവുകളെ കാണും, അതുപോലെ തന്നെ ബട്ടർഫ്ലൈനെ കാണുന്നത്. ഇതെല്ലാം നമ്മൾക്ക് ഏഞ്ചൽ നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് നിങ്ങൾ കാണുക തന്നെ ചെയ്യണം. ശരിയായ പാതയിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അബണ്ടൻസ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുമെന്നാണ് ഇവിടെ ഈ ഏഞ്ചൽ പറയുന്നത്. ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നുള്ളത്. അടുത്തത് നമ്മളോട് നമ്മുടെ യൂണിക്കോൺ ആണ് കേട്ടോ. യൂണിക്കോൺ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു മെസ്സേജ് നമുക്ക് യൂണിക്കോൺ ആണ് തന്നിരിക്കുന്നത്. അതായത് ക്രിസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റവനാണ് ക്രിസ്തു. അതുപോലെ നിങ്ങളോടും നിങ്ങൾ ഇന്ന് പരാജയം സംഭവിക്കില്ല. നിങ്ങൾ തകർന്നിരിക്കുന്നിടത്ത് നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കാനാണ് നമ്മളോട് യൂണിക്കോൺ പറയുന്നത്. നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരോടും നിങ്ങളുടെ ഇന്ന് പോകുന്ന യാത്രയിൽ നമ്മൾ പല സ്ഥലത്തും ചെറിയ ചെറിയ കോൺഫ്ലിക്റ്റുകൾ കണ്ട്, ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് നമുക്ക് യൂണിക്കോൺ തരുന്നൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുമുട്ടുന്നവരോട് എല്ലാവരോടും നിങ്ങൾ ഇന്ന് ആരെയൊക്കെ ഡീല് ചെയ്യണം അവരോടൊക്കെ ശുദ്ധമായ സ്നേഹത്തോടെ റെസ്പെക്റ്റോടു കൂടിയും വളരെ നല്ല ശാന്തമായ രീതിയിലും ബിഹേവ് ചെയ്യണമെന്നാണ് നമ്മളോട് യൂണിക്കോൺ പറയുന്നത്. കാരണം സ്വർഗത്തിലെ വാതിൽ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കഴിഞ്ഞു. മനസ്സിൽ എപ്പോഴും നിങ്ങൾ ഉരുവിടുക ഞാൻ എല്ലാവരെയും നിരുപാധികം സ്നേഹിക്കുമെന്ന്. അപ്പോൾ ആരോടും ഇന്ന് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും വെച്ച് പെരുമാറാനോ മുൻകോപത്തോടെ എടുത്തു ചാടാനോ ഒന്നും പോകണ്ട. നമ്മൾക്ക് വരുന്ന ചെറിയ ചെറിയ തടസ്സങ്ങളും ഒരു താമസം, ആ ചീറ്റിംഗ് മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ചെറിയ ഒഴിവാക്കൽ നമ്മുടെ ലൈഫിൽ കാണിക്കുന്നുണ്ട്. അത് അവരുടെ പവർ വെച്ചായിരിക്കാം നമ്മളോട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ക്ഷമിച്ചേക്കുക. നമ്മളുടെ സമയം നമുക്ക് മുമ്പിൽ യൂണിവേഴ്സലിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്, ഉറപ്പായിട്ടും വരും. നെക്സ്റ്റ് കാർഡ് നിങ്ങൾ എന്ത് കാര്യമാണോ ഏഞ്ചൽസിനോട് ചോദിക്കുന്നത് ആ ഒരു കാര്യം എന്താണോ നിങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ളത് അത് യെസ് എന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് യെസ് എന്നാണ് ഏഞ്ചൽസ് നമ്മളോട് പറയുന്നത്. അപ്പം ഒരു കാരണവശാലും പരാജയമില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളും കോൺഫ്ലിക്റ്റും ഉണ്ട്. നമ്മൾ നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുക, നമുക്ക് പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക. നമ്മൾ തീർച്ചയായിട്ടും പലരുടെ എനർജി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു തകർച്ചയിൽ നിന്നും വിജയിക്കും. സാമ്പത്തികമായിട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് ഗുണങ്ങൾ ഇന്നത്തെ ദിവസം കിട്ടിയിരിക്കുമെന്നത് 100% ഉറപ്പാണ്. അതുപോലെ നിങ്ങൾ പോകുന്ന പാത കറക്റ്റാണ്. നിങ്ങളെ ചീറ്റ് ചെയ്യുക എന്നത് ഏത് വ്യക്തിയാണ് എന്തിനാണെങ്കിലും ആ ചീറ്റിങ്ങിൽ നിന്നും നിങ്ങൾക്ക് മോചനമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ചോളുക, നിങ്ങളുടെ കൂടെ ഉള്ളവരെ ചേർത്ത് പിടിച്ചോളുക എന്നാണ് ഏഞ്ചൽസ്
പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത്. കരിയർ സംബന്ധമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ പോകുന്ന ഒരു കാര്യത്തിനാണ് കേട്ടോ നിങ്ങൾക്കൊരു ചീറ്റിങ്, ഒരു ചെറിയൊരു തടസ്സം സംഭവിക്കുന്നത്. അത് നമ്മുടെ കൂടെ ഉള്ളവർ, നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നതൊന്നും നമ്മുടെ കൂടെയുള്ളവരോട് ഒരിക്കലും പറയേണ്ട കേട്ടോ. കാരണം നമ്മുടെ കൂടെ ഉള്ളവരുടെ ഒരു ഇതാണ്, അവരുടെ ഒരു അവരുടെ ഉള്ളിൽ തട്ടിയതോ എന്തോ ഒരു കാരണം കൊണ്ടാണ് നമ്മൾക്ക് ആ ഒരു ചെറിയ തടസ്സം അവിടെ വരുന്നത്. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആരോടും പറയാൻ പാടുള്ളൂ. മുമ്പേറ് നമ്മൾ എന്ത് കാര്യം ആരുമായിട്ട് ഡിസ്കസ് ചെയ്താലും നമ്മുടെ വിജയങ്ങളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല കൂടുതലും ആളുകൾ നമ്മളോട് ചുറ്റുമുള്ളവർ. അതുകൊണ്ട് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കൊരു ചെറിയ ചീറ്റിംഗ് വരുന്നത് നമുക്ക് കരിയർ സംബന്ധമായ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് സാമ്പത്തിക ആവശ്യത്തിന് ഇറങ്ങുമ്പോഴാണ്. അത് സാരമില്ല, അത് മാറുകയും ചെയ്യും, നിങ്ങളുടെ കാര്യം നടക്കുകയും ചെയ്യും കേട്ടോ. ഒരു തടസ്സവും ഇല്ല. നിങ്ങൾ നേരായ പാതയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ യാത്ര മുൻപോട്ട് പോകാം. നിങ്ങളുടെ കൂടെ ഏഞ്ചൽസും യൂണിവേഴ്സും എല്ലാ സപ്പോർട്ടോടും കൂടിയുണ്ട്. നമ്മുടെ യൂണിക്കോണിനെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. നമുക്ക് നമ്മുടെ മാലാഖമാർക്ക് മധ്യസ്ഥൻ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന വേഗം സക്സസ് ആവുന്നത്. നമ്മൾ നേരിട്ട് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ഇടയിൽ ഒരു മധ്യസ്ഥൻ, ഒരു ശക്തനായ വ്യക്തി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കാര്യം പെട്ടെന്ന് സക്സസ് ആവും. യൂണിക്കോൺ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എല്ലാവരോടും ദേഷ്യപ്പെടുവോ ഇഷ്യൂ ഒന്നും ഉണ്ടാവരുത്, ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക, എല്ലാവരോടും സ്നേഹത്തോടെ. നമുക്ക് ഉള്ളിൽ വിഷമം തട്ടുന്ന പല പ്രശ്നങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പലരിൽ നിന്നും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തോളുക, ശാന്തമായിക്കൊള്ളുക, ചിരിച്ച് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടെ ബിഹേവ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. മാനിഫെസ്റ്റേഷൻ എന്നത് കരിയറിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ചെയ്യുക. എല്ലാ ദിവസവും യൂണിവേഴ്സൽ മെസ്സേജ് കേൾക്കുക. അത് തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്ന് ഓർക്കുക. പലവട്ടം ഞാൻ ഈ പറയുന്ന കേട്ടാൽ തന്നെ നിങ്ങൾക്കത് വളരെ നല്ലതായിരിക്കും. പിന്നെ എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്താണേലും അഭിപ്രായം, നിങ്ങൾക്ക് തോന്നിയ ആ ഒരു അഭിപ്രായം പറയണം. നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്താൽ അതും നിങ്ങൾക്ക് പറയാം. ദൈവം രക്ഷിക്കട്ടെ.